നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിധി എഴുതുന്ന ദിവസമാണിന്ന്. നമ്മളിപ്പോഴുള്ളത് ജവഹർ നഗർ, അതായത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ജവഹർ നഗർ 110-ാം പോളിംഗ് സ്റ്റേഷനിലാണ്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇന്ന് ഇവിടെയാണ് വോട്ട് ചെയ്യാനെത്തിയത്. അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ 5 കൊല്ലം ഒരു തിരഞ്ഞെടുപ്പ് വരും. ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമാണ്. നാടിൻ്റെ ഭാവി, നാട്ടുകാരുടെ ഭാവി, കുട്ടികളുടെ ഭാവി, നാടിൻ്റെ ദശയും തീരുമാനിക്കാൻ ഒരു അവസരമായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ ഇലക്ഷനിൽ പങ്കെടുക്കണം. എല്ലാവരും അവരുടെ വോട്ടിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അതിൻ്റെ അപ്പുറം എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ BJP NDA കഴിഞ്ഞ കുറേ മാസമായി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരോടും പോയി സംസാരിച്ച് ഞങ്ങളുടെ ആഗ്രഹം എന്താണ്, ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നിർണായകമായ ഇലക്ഷനാണെന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. വലിയ മാറ്റം ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഉണ്ടാക്കും എന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് 140 മണ്ഡലങ്ങൾ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾ, BJP NDA സ്ഥാനാർത്ഥികൾക്ക് ഞാൻ എൻ്റെ ബെസ്റ്റ് വിഷസും പാർട്ടീൻ്റെ ബെസ്റ്റ് വിഷസ് കൊടുക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്ന ഒരു അവസരം, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഒരു അവസരം അസംബ്ലിയിൽ പോയി ബഹളം ചെയ്യാനല്ല, കമ്പ്യൂട്ടർ തകർക്കാനല്ല, സ്പീക്കറിന് ടേബിളിൽ പോയി ഭരണാട്യം ചെയ്യാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇത് മാത്രമാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, ഇന്ന് ഈ ഒരു ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കണം. എല്ലാവരും പോയി വോട്ട് ചെയ്യണം. കേരളം മാറണം, മാറാത്തത് മാറ്റണം. കേരളം ഇനി വളരണം. അല്ല, ആത്മവിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു മാറ്റം, ഈ മാറ്റം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ജനങ്ങൾ ഈ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് അവർ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി അതിനെ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. മെയ് 4-ാം തീയതി നമുക്ക് റിസൾട്ട് കാണാം. 140-ന് മോള് പോവില്ല. അതിൽ എനിക്ക് ഒരു 100% ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ വലിയ സയൻറ്റിസ്റ്റ് ആയിട്ട് പറയല്ല. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും ഈ ഇലക്ഷനിൽ. ജനങ്ങളത് അങ്ങനെ BJPക്ക് ഒരു റോള് തരും എന്ന് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ഓക്കെ, എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങളും പോയി വോട്ട് ചെയ്യണം. ഓക്കെ, ഇന്ന് ഒരു സന്തോഷകരമായ ദിവസമാണ്. ഇനി നിങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കണം. ഞാൻ പറയട്ടെ. ഇതിൽ നിയമങ്ങളുണ്ട്. പോലീസ് പരിശോധിക്കട്ടെ, EC പരിശോധിക്കട്ടെ. നിയമങ്ങളുണ്ട്. അത് നിയമപരമായ നടപടി അവരെടുക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവരും ഈ പോളിംഗ് സ്റ്റേഷനിലെത്തി എല്ലാവരും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് അദ്ദേഹം എല്ലാ വോട്ടർമാരോടും ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മാത്രമല്ല, നല്ലൊരു സന്തോഷകരമായൊരു ദിനമാണിന്ന്. ആയതിനാൽ തന്നെ മറ്റ് വിവാദങ്ങൾക്കോ ചർച്ചകൾക്കോ ഒന്നും വഴിവെക്കാതെ തന്നെ എല്ലാവരും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി നിങ്ങളുടെ സമ്മതിദായ ആ ഒരു അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ നിർണ്ണയിക്കണം, നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടെയാണ് അദ്ദേഹം ഇന്നേ ദിവസം എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു A ക്ലാസ് മണ്ഡലമെന്നറിയപ്പെടുന്ന നിയമമണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, അതേപോലെ കഴക്കൂട്ടം, ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഒരു സ്റ്റാർ മണ്ഡലമായി കണക്കാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഏറെ പ്രാധാന്യം ഉള്ള ഒരു മണ്ഡലം കൂടെയാണ് ഈ സ്റ്റാർ മണ്ഡലങ്ങളെല്ലാം തന്നെ. മാത്രമല്ല, BJPക്ക് നല്ലൊരു
ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, അതുപോലെ തന്നെ ഈ തിരക്കുകൾക്ക് എല്ലാം ഇടയിൽ അദ്ദേഹം ഇപ്പോഴും ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പോളിംഗ് സ്റ്റേഷനുകളിലും അദ്ദേഹം സന്ദർശനം നടത്തും. അദ്ദേഹത്തോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ശ്രീലേഖ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ശ്രീലേഖ ഇവിടെ ഈ പോളിംഗ് സ്റ്റേഷൻ സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പോളിംഗ് സ്റ്റേഷനിൽ നമുക്കിപ്പം നല്ല തിരക്ക്, രാവിലെ ഏകദേശം ഇപ്പം സമയം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയോളം ആകുന്നു. ആ ഒരു സമയമായപ്പോൾ തന്നെ പോളിംഗ് സ്റ്റേഷനിലൊക്കെ നിരവധി തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല വനിതാ വോട്ടർമാർ, അവരാണ് ഏറ്റവും കൂടുതലായി വനിതാ വോട്ടർമാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഇന്ന് എന്താകും ഇനി ഈ ഒരു ഭരണം ആരുടെ കൈകളിലേക്ക് പോകുമെന്നെല്ലാം നമുക്ക് ഇന്നോടുകൂടി നമുക്ക് അതിനൊരു പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്.